നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തിൽ ഇന്ന് 33 വർഷം തികയുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഈ ദിനം ഇന്ത്യയുടെ മതേതര ഘടനയിലും നീതിന്യായ വ്യവസ്ഥയിലും ഇന്നും ഒരു ചോദ്യചിഹ്നങ്ങളും വേദനകളും ഓർമ്മകളും ബാക്കിയാകുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി വിധികൾക്കും ശേഷം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായവരും ഇരകളും ഇപ്പോഴും നീതിയുടെ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുകയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും രാജ്യത്തിന്റെ സാമൂഹിക സൗഹൃദത്തിന് മുറിവേൽക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രമുഖ ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഈ സംഭവം ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നൽകിയ ആഘാതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആയിരക്കണക്കിന് കർസേവകർ ചേർന്നാണ് പള്ളി തകർത്തതെങ്കിലും അതിന്റെ പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ പിന്നീട് കോടതി വെറുതെ വിട്ടിരുന്നു. ഈ വിധി രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾ വഴിയൊരുക്കി. ബാബറി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം രാജ്യത്തെ പൗരന്മാർക്ക് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശവും സഹിഷ്ണുതയും ആവശ്യകതയെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ബാക്കിയാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.